ഒരു 15 വയസ്സുകാരൻ പയ്യൻ, ഒരു 36 വയസ്സുള്ള സ്ത്രീ, അവർക്കിടയിലുണ്ടാവുന്ന ഒരു ബന്ധം. പക്ഷേ ആ ബന്ധത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ രഹസ്യമാണ്. ഒരു യുദ്ധക്കുറ്റം. ഒരു ജീവിതകാലം മുഴുവൻ ഒളിപ്പിച്ചു വെച്ച നാണക്കേട്. ഇത് വെറുമൊരു പ്രണയകഥയല്ല. ഇത് കുറ്റബോധത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും മനുഷ്യ മനസാക്ഷിയുടെയും കഥയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2008 ഓസ്കാർ അവാർഡ് നേടിയ സിനിമയായ ദ റീഡർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. കേറ്റ് വിൻസ്ലെറ്റിന് മികച്ച നടിക്കുള്ള ഓസ്കാർ നേടിക്കൊടുത്ത ഈ സിനിമ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ജർമ്മനിയുടെ പശ്ചാത്തലത്തിലൊരുക്കിയ അതിശക്തമായ ഒരു കഥയാണ്. വീഡിയോ അവസാനം വരെ കാണണേ, കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കും. കഥ നടക്കുന്നത് ജർമ്മനിയിലെ ബെർലിൻ നഗരത്തിലാണ്. കാലഘട്ടം 1958. മൈക്കിൾ ബർഗ് എന്ന 15 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥി സ്കാർലറ്റ് ഫീവർ എന്ന അസുഖം ബാധിച്ച് വഴിയിൽ ഛർദ്ദിക്കുന്നു. അപ്പോൾ അവനെ സഹായിക്കാൻ ഓടിയെത്തുന്നത് ഹാന ഷ്മിഡ്സ് എന്ന സ്ത്രീയാണ്. ഒരു ട്രാം കണ്ടക്ടറായി ജോലി ചെയ്യുന്ന, ഏകാഗിയായി ജീവിക്കുന്ന 36 വയസ്സുള്ള ഒരു സ്ത്രീ. മാസങ്ങൾക്ക് ശേഷം സുഖം പ്രാപിച്ച മൈക്കിൾ ഹാനയ്ക്ക് നന്ദി പറയാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ആ കൂടിക്കാഴ്ചയാണ് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. പ്രായവ്യത്യാസം ഒരു തടസ്സമേ അല്ലാതെ അവർ തമ്മിൽ ഒരു രഹസ്യബന്ധത്തിലേക്ക് വീഴുന്നു. ഈ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ തവണ അവർ ഒന്നിക്കുന്നതിന് മുൻപും മൈക്കിൾ ഹാനയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ ഉറക്കെ വായിച്ചു കൊടുക്കും. ഹോമറിന്റെ ഒഡീസി മുതൽ ചെക്കോവിന്റെ കൃതികൾ വരെ. അവൻ വായിക്കുന്നത് കേൾക്കാൻ ഹാനയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ടുതന്നെയാണ് ഈ സിനിമയ്ക്ക് ദ റീഡർ അഥവാ വായനക്കാരൻ എന്ന പേര് വന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം ഏകദേശം ഒരു വേനൽക്കാലം മുഴുവൻ നീണ്ടുനിൽക്കുന്നു. പക്ഷേ ഹാനയുടെ പെരുമാറ്റത്തിൽ ചില വിചിത്രമായ കാര്യങ്ങൾ മൈക്കിൾ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ദേഷ്യം, മൂഡ് സ്വിങ്ങുകൾ, ചില കാര്യങ്ങളിൽ അസാധാരണമായ വാശി. ഒരു ദിവസം മൈക്കിൾ വീട്ടിലെത്തുമ്പോൾ ഹാന അപ്രത്യക്ഷയായിരിക്കുന്നു. ഒരു വാക്കുപോലും പറയാതെ അവൾ നാട് വിട്ടുപോയിരിക്കുന്നു. ഈ വേർപാട് മൈക്കിളിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. ആ മുറിവ് അവൻ്റെ ബാക്കി ജീവിതം മുഴുവൻ അവനെ വേട്ടയാടുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നു. മൈക്കിൾ ഒരു നിയമവിദ്യാർത്ഥിയായി മാറുന്നു. ലോ സ്കൂളിൻ്റെ ഭാഗമായി നാസി യുദ്ധക്കുറ്റവാളികളെ വിചാരണ ചെയ്യുന്ന ഒരു കോടതി നടപടി കാണാൻ അവൻ പോകുന്നു. അവിടെ പ്രതികളുടെ കൂട്ടത്തിൽ അവൻ ആരെയാണ് കാണുന്നത്? ഹന്നയെ. ഹന്ന ഒരു കാലത്ത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ, ഓഷ്വിറ്റ്സിന് സമീപമുള്ള ഒരു ക്യാമ്പിൽ ഗാർഡായി ജോലി ചെയ്തിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യം പുറത്തുവരുന്നു. യുദ്ധകാലത്ത് ജൂത സ്ത്രീ തടവുകാരെ ഒരു പള്ളിയിൽ പൂട്ടിയിട്ട സംഭവത്തിൽ ബോംബാക്രമണമുണ്ടായപ്പോൾ വാതിൽ തുറക്കാതെ അവരെ ഉള്ളിൽ തന്നെ മരിക്കാൻ വിട്ടു എന്നതാണ് അവർക്കെതിരെയുള്ള പ്രധാന കുറ്റാരോപണം. വിചാരണ മുന്നോട്ടു പോകുമ്പോൾ മറ്റ് പ്രതികൾ ഹന്നയുടെ മേൽ കുറ്റം മുഴുവൻ ചുമത്താൻ ശ്രമിക്കുന്നു. അവർ പറയുന്നത് സംഭവം സംബന്ധിച്ച റിപ്പോർട്ട് എഴുതിയത് ഹന്നയാണ് എന്നാണ്. ജഡ്ജി ഹന്നയോട് ആ റിപ്പോർട്ടിന്റെ കൈയക്ഷരം തൻ്റേതു തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ഇവിടെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഹന്ന ആ റിപ്പോർട്ട് താൻ എഴുതിയതാണ് എന്ന് സമ്മതിക്കുന്നു. യഥാർത്ഥത്തിൽ അതവൾ എഴുതിയതല്ലെങ്കിലും. കാരണം എന്താണെന്നല്ലേ? ഹന്നയ്ക്ക് വായിക്കാനും എഴുതാനും അറിയില്ല. അവൾ നിരക്ഷരയാണ്. മൈക്കിളിന് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ടാണല്ലോ ഹന്ന എപ്പോഴും തന്നോട് ഉറക്കെ വായിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. തന്റെ നിരക്ഷരത മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ഏറ്റുവാങ്ങാൻ പോലും ഹന്ന തയ്യാറാവുന്നു. തന്റെ നിരക്ഷരതയെക്കുറിച്ചുള്ള ലജ്ജ യുദ്ധക്കുറ്റത്തിന്റെ ശിക്ഷയേക്കാൾ വലുതാണവൾക്ക്. മൈക്കിളിന് കോടതിയിൽ ചെന്ന് സത്യം വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷെ അവനത് ചെയ്യുന്നില്ല. ഹന്നയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷം മൈക്കിൾ വിവാഹമോചിതനായി ഒരു മകളുടെ അച്ഛനായി ജീവിക്കുന്നു. പക്ഷെ ഹന്നയോടുള്ള ഓർമ്മകൾ അവനെ വിടാതെ പിന്തുടരുന്നു. ഒരു ദിവസം അവനൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. താൻ പണ്ട് വായിച്ചു കൊടുത്ത അതേ പുസ്തകങ്ങൾ ടേപ്പ് റെക്കോർഡിൽ വായിച്ച് ജയിലിലുള്ള ഹന്നയ്ക്ക് അയച്ചു കൊടുക്കാൻ. ഈ ടേപ്പുകൾ കേട്ട് കേട്ട് ഹന്ന സ്വയം അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നു. ലൈബ്രറിയിൽ നിന്ന് അതേ പുസ്തകങ്ങൾ എടുത്ത് ടേപ്പിലെ ശബ്ദവുമായി താരതമ്യം ചെയ്ത് അക്ഷരം അക്ഷരമായി അവൾ വായന പഠിക്കുന്നു. 20 വർഷത്തിലേറെ നീണ്ട ജയിൽവാസത്തിനിടയിൽ ഹന്ന സാക്ഷരയായി മാറുന്നു.
സ്വന്തമായി കത്തെഴുതാൻ വരെ പഠിക്കുന്നു. മൈക്കിൾ ടേപ്പുകൾ അയക്കുന്നുണ്ടെങ്കിലും അവളുടെ കത്തുകൾക്ക് മറുപടി എഴുതാൻ അവൻ തയ്യാറാവുന്നില്ല. ആ വൈകാരികമായ അകലം സിനിമ മുഴുവൻ നിലനിൽക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹന്നയുടെ ജയിൽ മോചനം അടുക്കുമ്പോൾ ജയിൽ അധികൃതർ മൈക്കിളിനെ ബന്ധപ്പെടുന്നു. അവളെ പുറത്തിറങ്ങിയാൽ സഹായിക്കാൻ ആരെങ്കിലും വേണം എന്ന് പറഞ്ഞ്. മൈക്കിൾ ജയിലിൽ പോയി ഹന്നയെ കാണുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ മൈക്കിളിന്റെ പെരുമാറ്റത്തിൽ ഒരു തണുപ്പ് ഹന്ന തിരിച്ചറിയുന്നു. തന്റെ ഭൂതകാലത്തെക്കുറിച്ച്, ചെയ്ത കുറ്റത്തെക്കുറിച്ച് ഇപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് മൈക്കിൾ ചോദിക്കുമ്പോൾ താൻ ചെയ്തതിനെക്കുറിച്ച് ആഴത്തിലുള്ള കുറ്റബോധമോ പശ്ചാത്താപമോ ഹന്നയ്ക്ക് ശരിക്കും ഇല്ല എന്നത് വ്യക്തമാവുന്നു. അവൾക്ക് പ്രധാനം മരിച്ചവർ ഇനി തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം മാത്രമാണ്. ഈ സംഭാഷണം കഴിഞ്ഞ് മോചനത്തിന്റെ തലേദിവസം ഹന്ന ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. താൻ വായിക്കാൻ പഠിച്ച പുസ്തകങ്ങൾ അട്ടിയാക്കി വെച്ചാണ് അവളത് ചെയ്യുന്നത്. തന്റെ സമ്പാദ്യം മുഴുവൻ ആ പള്ളി തീപിടുത്തത്തിൽ രക്ഷപ്പെട്ട ഒരു ജൂത സ്ത്രീക്ക് ഇല്ലാന നൽകാൻ അവൾ ആവശ്യപ്പെടുന്നു. മൈക്കിൾ ന്യൂയോർക്കിൽ പോയി ഇല്ലാനയെ കണ്ട് ഹന്നയുടെ അവസാന ആഗ്രഹം അറിയിക്കുന്നു. ഇല്ലാന ആ പണം സ്വീകരിക്കാൻ ആദ്യം വിസമ്മതിക്കുന്നു. എന്നാൽ ഒടുവിൽ ഹോളോകാസ്റ്റ് ഇരകൾക്കായുള്ള ഒരു സാക്ഷരതാ സംഘടനയ്ക്ക് ആ പണം സംഭാവന ചെയ്യാൻ തീരുമാനിക്കുന്നു. സിനിമയുടെ അവസാനം മൈക്കിൾ തന്റെ മകളെ ഹന്നയുടെ ശവക്കല്ലറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവളോട് പങ്കുവെക്കാൻ വേണ്ടി. ഈ സിനിമ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ആഴമുള്ളതാണ്. ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം അറിയാതെ ചെയ്താൽ അതിന് മാപ്പ് നൽകാൻ പറ്റുമോ? നിരക്ഷരത കൊണ്ട് ഒരാൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ? യുദ്ധാനന്തര ജർമ്മൻ തലമുറ തങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറ ചെയ്ത കുറ്റങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടണം? ദ റീഡർ വെറും ഒരു പ്രണയകഥയല്ല. ഇത് ചരിത്രത്തിന്റെ ഭാരം പേറേണ്ടി വരുന്ന ഒരു തലമുറയുടെ കഥയാണ്. മറവിയും ഓർമ്മയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ്. സുഹൃത്തുക്കളെ, ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹന്നയുടെ പ്രവൃത്തികളെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് എന്ന് കമന്റ് ബോക്സിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കിടിലൻ മൂവി എക്സ്പ്ലനേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.